തട്ടിപ്പ് കേസിൽ മുഴുവനായിട്ടുള്ളത് സതീശനാണ്. സതീശൻ അതുകൊണ്ട് തന്നെ ഈ പറവൂരിൽ പരാജയപ്പെടേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ സതീശൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇതുവരെ. 2022 മുതൽ ഈ 2026 വരെയുള്ള കാലത്തിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഡീൽ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു ചേരുന്നുണ്ട്. അങ്ങാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, ഒരു ആരോപണം നടത്തുന്നത് VD സതീശനുമായി ബന്ധപ്പെട്ട. ആ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ ആരോപണം ഉന്നയിച്ചത് 2022 സതീശനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയത്തിലും അതേപോലെ സതീശൻ RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ഉന്നയിച്ചു. ഞാൻ ഉന്നയിക്കാൻ കാരണം സതീശൻ RSSൻ്റെ ഒരു വേദിയിലും ഞാൻ ഇന്ന് വരെ പങ്കെടുത്തിട്ടില്ല, ഗുരു ഗോൾവൽക്കറിൻ്റെ ഒരു പരിപാടിയുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്കത് പുറത്തു വരെ പറയേണ്ടി വന്നത്. അപ്പോൾ ആ ആരോപണം അതൊരു ആരോപണമല്ല, ഒരു വസ്തുതയാണ്. 2001-ലും 2006-ലും സതീശൻ വിജയിക്കാൻ വേണ്ടി RSSൻ്റെ നേതാവിനെ കണ്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്? എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ നേതാവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് സതീശന് ഇപ്പോൾ അത് നിഷേധിക്കാൻ കഴിയും. കാരണം അതിന് വ്യക്തമായ തെളിവൊന്നുമില്ലല്ലോ. തെളിവില്ലെങ്കിൽ പിന്നെ നിഷേധിക്കാൻ പറ്റും. പക്ഷേ സതീശൻ ഈ 2006-ലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച സമയത്തും നിഷേധിക്കുകയാണ് ചെയ്തത്. സതീശൻ ഇന്നലെയല്ലേ ഞാൻ പങ്കെടുത്തു എന്ന് പറയുന്നത്. സതീശന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതും സതീശന് വേണ്ടി സംസാരിച്ച ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നതും അങ്ങനെ ഒരു പരിപാടിയിലേ പങ്കെടുത്തിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ സതീശൻ്റെ മുമ്പിൽ ഞാൻ ഒരു തെളിവ് വെച്ചു. ആ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ പോലും സതീശൻ പറഞ്ഞിരുന്നത് ഞാൻ പങ്കെടുത്തിട്ടില്ല, ഗോൾവൽക്കറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലും ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ ഇന്നലെ മാറ്റി പറയേണ്ടി വന്നില്ല. അപ്പോൾ ആരാണ് നുണ പറഞ്ഞത്? 2001-ലെയും 2006-ലെയും സഹായം സ്വീകരിച്ചു എന്നുള്ളത് നാളെ സതീശന് മാറ്റി പറയേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് അംഗീകരിക്കേണ്ടി വരും. ഈ പരിപാടി പങ്കെടുത്തത് ഇപ്പോൾ അംഗീകരിച്ച പോലെ ഈ സഹായം സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിലും സതീശന് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കും. സതീശന് മനസാക്ഷി ഉണ്ടെങ്കിൽ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സതീശൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇതുവരെ. 2022 മുതൽ ഈ 2026 വരെയുള്ള കാലത്തിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സതീശൻ നുണ പറയുകയായിരുന്നു. അപ്പോൾ സതീശൻ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു RSSനോടുള്ള ആവശ്യം. നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഇന്നത്തെ കോൺഗ്രസിൻ്റെ നിലപാട് വെച്ച് 2001-ലെയും 2006-ലെയും കോൺഗ്രസിൻ്റെ നിലപാട് RSSനോടും സംഘപരിവാർ സംഘടനകളോടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതരുത്. 1996-ൽ സതീശൻ ഇവിടെ വരുമ്പോൾ സതീശൻ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ P. രാജുവിനോട് തോറ്റ് ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് വിജയിക്കാൻ വേണ്ടി സതീശൻ സംഘപരിവാർ സംഘടനകളുടെ പല പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. പല പരിപാടികളിലും സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാത്ത കൂടുതൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അന്നത്തെ പല പരിപാടികളിലും അതിൻ്റെ ഒക്കെ ഒന്ന് ഇപ്പം നമ്മൾ 20 വർഷത്തിന് ശേഷമാണ് ഒരു ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ പരിപാടികൾ പല പരിപാടികളിലും ക്ഷണിക്കാറുണ്ട് സതീശനെ. ആ കാലത്ത് 2001-ൽ സതീശൻ മത്സരിക്കുന്ന സമയത്ത് സതീശനെ എങ്ങനെയെങ്കിലും ജയിക്കണം, എന്നെ സഹായിക്കണം എന്നുള്ള ആവശ്യം സതീശൻ ഉന്നയിച്ചിരുന്നു. സതീശന് ബന്ധമുള്ള, സതീശന് അടുപ്പമുള്ള ഒരു നേതാവിനോട്. അപ്പോൾ അത് നടന്നൊരു കാര്യമാണ്. എന്നിട്ടിപ്പോൾ അങ്ങ് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തുമ്പോൾ അത് ചില കേസുകൾ കോൺഗ്രസ്സുകാർ, അങ്ങക്കെതിരായ ഒരു കേസൊക്കെ കോൺഗ്രസ്സുകാർ കണ്ടെത്തിയതിൻ്റെ പ്രശ്നമാണ്, അങ്ങക്ക് അതിൻ്റെ ഒരു പ്രകോപനമാണെന്ന് പറയുന്നുണ്ടല്ലോ. നോക്കൂ, ഞാൻ സതീശനുമായിട്ടുള്ള വ്യക്തിപരമായ വിരോധം എന്നുള്ളത് സതീശൻ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കസർത്താണ്. സതീശനുമായിട്ടുള്ള ആശയപരമായ സമരം തുടങ്ങുന്നത് ദേവസ്വം ബോർഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സതീശൻ നിയമസഭയിൽ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്, ക്ഷേത്രങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അന്ന് മുതലാണ് സതീശനുമായിട്ടുള്ള അംഗം ഞങ്ങൾ ആരംഭിക്കുന്നത്. സതീശൻ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനം തെറ്റാണ്, അത് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നു, ക്ഷേത്ര സ്വത്തുക്കൾ സർക്കാർ കൊള്ളയടിക്കുന്നു എന്നുള്ള ആ കാര്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് തെറ്റാണെന്നൊരു ചോദ്യത്തിലൂടെ VS ശിവകുമാറിൻ്റെ മറുപടിയിലൂടെയൊക്കെ സതീശൻ അപ്പോൾ ആ വിഷയത്തിൽ സതീശനുമായിട്ടുള്ള വലിയ നിരന്തരം സമരപരിപാടികൾ, സതീശനുമായിട്ട് കൊമ്പുകോർത്ത് ഒരുപാട് സമരപരിപാടികളാണ്. അപ്പോൾ അത് സതീശനുമായിട്ട് വ്യക്തിവിരോധമല്ല, ആശയപരമായൊരു സമരമാണ്. സതീശൻ നമ്മുടെ മാല്യങ്കര ഭാഗത്ത് വടക്കേക്കര ചിറ്റാറ്റുകര പഞ്ചായത്തിൽ
ഒരു മുസ്ലിം മതഭീകരവാദ സംഘടനയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ വീടുകൾ കയറി മുമ്പിട്ട് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ളൊരു പ്രചരണം നടത്തി. അതിനെ അവിടുത്തെ ഓരോ സ്ഥലത്തെയും നാട്ടുകാർ ചോദ്യം ചെയ്യുകയും നാട്ടുകാർ അവരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് അവർക്കെതിരെ 153 അനുസരിച്ച് കേസെടുത്തു. 27 പേർ റിമാൻഡ് ചെയ്തു. സതീശൻ മുസ്ലിം ഭീകരവാദികളെ സഹായിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നിയമസഭയിൽ പ്രസംഗിച്ചു. RSSനെ സഹായിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ കേസാണെന്നായിരുന്നു അത്. ഈ ശരിക്കും അപ്പോൾ ഈ അങ്ങേക്കെതിരായ കേസ് എന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഞാനതിലേക്ക് വരാം. ഈ കേസ് എനിക്കെതിരെ ഒരു കേസുണ്ട്, സ്ഥല സംബന്ധമായൊരു കേസാണ്. ആ കേസ് ഞാൻ വാങ്ങിയ സ്ഥലം ഞാനൊരു വ്യക്തിക്ക് മുക്തിയാർ കൊടുത്തു. അതായത് എനിക്ക് ഈ സ്ഥലം വാങ്ങാൻ സഹായിച്ച 2 ബ്രോക്കർമാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്ഥലം വിൽക്കാൻ എനിക്ക് എൻ്റെ വൈഫ് ഹൗസുമായി ബന്ധപ്പെട്ട സ്ഥലം ലഭിച്ച സമയത്ത് ഇവിടെ വീട് പണിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആ സ്ഥലം കൊടുക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ അവരെ തന്നെ ഞാൻ ആ സ്ഥലം കൊടുക്കാൻ ഏൽപ്പിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒരു കൊടുങ്ങല്ലൂരുള്ള ഒരു വ്യക്തിക്ക് അത് മുക്തിയാർ കൊടുക്കുക. അപ്പോൾ കൊടുങ്ങല്ലൂരുള്ള വ്യക്തിക്ക് മുക്തിയാർ കൊടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ വില പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ പകരം കൊടുങ്ങല്ലൂരുള്ള വ്യക്തി അയാളുടെ സ്ഥലം ഇവർക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപാടാണത്. അപ്പം ഇവർ പറഞ്ഞതനുസരിച്ച് വിശ്വസിച്ച് മുക്തിയാർ കൊടുത്തു. പക്ഷേ വില സംബന്ധമായി പിന്നീട് സംസാരിക്കുമ്പോൾ ഈ ബ്രോക്കർമാർ ആ വിലയിൽ എനിക്കിത് തരാൻ തയ്യാറല്ല എന്ന് ഉള്ളൊരു സാഹചര്യം വന്നു. ഞാൻ പറ്റിക്കപ്പെടുകയാണെന്ന് തോന്നിയ സമയത്ത് പിന്നീട് ഞാൻ ആ മുക്തിയാർ ക്യാൻസൽ ചെയ്തു. ഞാൻ മുക്തിയാർ ക്യാൻസൽ ചെയ്ത് അവരെ വഞ്ചിക്കലാണ് എന്ന് പറഞ്ഞിട്ട് അവരെനിക്കെതിരെ കേസ് കൊടുത്തു. ആ കേസാണ് എനിക്കെതിരെ ഉള്ളത്. എനിക്കെതിരെ കോൺഗ്രസിന് അതിന് യാതൊരു ബന്ധമില്ല. അത് സ്ഥല ഉടമസ്ഥനും ഞങ്ങളും ഈ ബ്രോക്കർമാരും ഞാനും തമ്മിലുള്ള ഒരു വിഷയമായിട്ടാണ് നിൽക്കുന്നത്. ആ കേസ് ഇപ്പോഴും ഉണ്ട്. കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല. ഈ ഇപ്പോൾ TP സെൻകുമാർ പറഞ്ഞൊരു പരാമർശമുണ്ടല്ലോ, പറവൂരിൽ 2ാം സ്ഥാനത്തുള്ള ആളെ ഹിന്ദുക്കളെല്ലാവരും ചേർന്ന് വോട്ട് കൊടുത്ത് ജയിപ്പിക്കാനുള്ള നീക്കം നടത്തണമെന്ന്. ആ പരാമർശത്തെ അങ്ങ് പോസിറ്റീവായിട്ടാണ് കാണുന്നത്? അത് TP സെൻകുമാർ സാറിന്റെ വ്യക്തിപരമായൊരു അഭിപ്രായം. താമസിക്കുന്ന ആളാണ്, വോട്ടറാണ്, ആ നിലയിൽ അല്ല, സതീശൻ പരാജയപ്പെടേണ്ട ഒരാളാണ് എന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതിനുവേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണ്ടേ സ്വാഭാവികമായിട്ടും? അല്ല, ഇവിടെ സതീശന് എതിരായിട്ട് മത്സരിക്കുന്ന ദേശീയ ശക്തിയെ വിജയിപ്പിക്കുക എന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ വന്ന ആളെ, ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു അട്ടിമറിക്ക് ആലോചന? അല്ല, അതിപ്പോ ഈ 2 കൂട്ടരും ഒരേ നാണയത്തിന്റെ വശങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. 2 കൂട്ടരും ഒരേ നാണയത്തിന്റെ വശങ്ങളാണ്. ഇവിടെ അടിസ്ഥാന പ്രശ്നം ഇപ്പോൾ സതീശൻ ഉന്നയിച്ച വിഷയത്തിൽ, വ്യക്തിപരമായിട്ട് ഉന്നയിച്ച വിഷയത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതുകൂടി പറയേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഈ സ്ഥല സംബന്ധമായ കേസ് മാത്രമേ നിലവിലുള്ളൂ. ഞാനുമായി ബന്ധപ്പെട്ട് 40-40 വർഷമായിട്ട് പൊതുരംഗത്തുമായി നിൽക്കുന്ന എനിക്ക് പക്ഷെ സതീശനെതിരെ സതീശന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി ആരോപണങ്ങളുണ്ട്. സതീശനുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക ആരോപണമുണ്ട്. ഞാൻ ഉന്നയിച്ചതല്ല, പാർട്ടി പ്രവർത്തകന്റെ ഭാര്യ ഉന്നയിച്ചതാണ്. അത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അത് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കേസൊന്നുമില്ല. കേസ് അവർ കൊടുത്തിട്ടില്ല. കാരണം അത് കേസ് കൊടുക്കാൻ പറ്റുന്നൊരു കേസല്ല. സതീശനെ 96-ൽ പറവൂർ വരുന്ന സമയത്ത് പാർട്ടി പ്രവർത്തനത്തിലേക്ക് പിടിച്ച് ആനയിച്ചു കൊണ്ടുവന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനുണ്ട്. നിങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് അന്വേഷിക്കൂ. താരകേശ്വരൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അത്രയും അവിടെ പറഞ്ഞു നിർത്തുന്നുള്ളൂ. കാരണം അത് അവരൊരു കുടുംബമുണ്ട്. ഞാൻ അതിലേക്ക് കടന്നിട്ട് അവരെ വലിച്ചഴിക്കാൻ താല്പര്യപ്പെടുന്നു. ബന്ധപ്പെട്ടൊരു ലൈംഗിക ആരോപണ കേസ് അതെ, പരാതിയുണ്ട്. അവര് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ടെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സ്ത്രീ. ഇതൊന്ന് അത്തരം കേസിൽ ഞാൻ പ്രതിയല്ല. ഇനി സതീശൻ പുനർജനി കേസിന്റെ തട്ടിപ്പ് ഉണ്ടല്ലോ, തട്ടിപ്പ് കേസിലെ യഥാർത്ഥത്തിൽ പുനർജനിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് സതീശനെതിരെ ഉന്നയിച്ചപ്പോൾ വിജിലൻസ് SP കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? ഈ പുനർജനിയുടെ ഫണ്ട് ശേഖരണം വിദേശത്ത് നടന്നതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇവിടുത്തെ കേസ് ഇവിടെ അത് അന്വേഷിക്കുന്നതിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് വിജിലൻസ് SP പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സതീശനും തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനല്ലേ? ഞാനല്ല തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയൻ, സതീശനാണ്. ഇനി മറ്റൊന്ന്, കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നല്ലോ, അയാളെ സതീശനെതിരെ നിന്നു എന്നുള്ള കാരണം പറഞ്ഞ് നിരന്തരമായി സതീശനും അയാളും തമ്മിലുണ്ടായൊരു പ്രശ്നം നിങ്ങൾക്കറിയാം. അയാൾ മൂത്തുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ജില്ലാതലത്തിൽ പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അയാളെ തല്ലി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ FIR കോപ്പി ഞാൻ തരാം. വധശ്രമ കേസ്. അതിൽ സർക്കാർ, അതായത് ഇയാൾ പരാതി കൊടുത്ത സമയത്ത് പ്രതികളെ കൊണ്ടുവന്നത് ഇയാളെ തല്ലിയ പ്രതികളല്ല, പ്രതികളെ മാറ്റി കൊണ്ടുവന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഇവരല്ല എന്നെ തല്ലിയത്,
എന്നെ തല്ലിയത് 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ആ കേസ് പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് കേസ് ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതിയിൽ അത് CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്തരം കേസുകളൊന്നും RV ബാബു പ്രതിയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തട്ടിപ്പ് കേസിൽ മുഴുവനായിട്ടുള്ളത് സതീശനാണ്. സതീശൻ അതുകൊണ്ട് തന്നെ ഈ പറവൂരിലെ പരാജയപ്പെടേണ്ടത് അനിവാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് RV ബാബു നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.